കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും ട്വിസ്റ്റ് ഇങ്ങനെയാണ്. അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. എല്ലാ കാലത്തും ഇങ്ങനെ ഒന്നോ രണ്ടോ കാൻഡിഡേറ്റിൽ മുങ്ങി കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇപ്പോൾ കെ സുധാകരനാണ് കോൺഗ്രസിൻ്റെ മിന്നും താരം. സുധാകരൻ അപ്പുറത്ത് താരമായി നിൽപ്പുണ്ട്. അവിടെ നമ്മുടെ ചാരുമൂട്ടിലും അമ്പലപ്പുഴയിലും ആലപ്പുഴ മണ്ഡലത്തിൽ വലിയ സ്ഥാനാർത്ഥിത്വമായിട്ട് നിൽക്കുന്നത് സുധാകരനുണ്ട്. CPM വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട്. അപ്പോൾ ഇപ്പുറത്ത് കെ സുധാകരനാണ്. അപ്പോൾ കെ സുധാകരനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത, കെ സുധാകരനെ രമേശ് ചെന്നിത്തല പിന്താങ്ങുന്നുണ്ട്. അതിൻ്റെ അടി എന്താണെന്ന് ചോദിച്ചാൽ, കെ സുധാകരൻ BJPയിലൊക്കെ പൊക്കളയോ എന്ന് പേടിച്ചോ, അല്ലെങ്കിൽ കെ സുധാകരൻ ഡൗൺ ആയാൽ കണ്ണൂരിൽ പാർട്ടിക്ക് വോട്ട് കുറയോ എന്നൊന്നുമല്ല. രമേശ് ചെന്നിത്തല ആരാ മോൻ. ഈ അടി, ഈ കെ സുധാകരന് അനുകൂലമായിട്ടുള്ള അടി VD സതീശൻ്റെ എതിരായിട്ടുള്ള അടിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ സുധാകരനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ കെ സുധാകരൻ്റെ ഡിമാൻഡ് ശരിയാണെന്ന് പറയും. അങ്ങനെ കെ സുധാകരൻ ഒരു സ്പെഷ്യൽ കേസായിട്ട് ശരി ഒരാളിനെങ്കിൽ 5 പേര് നിൽക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ്, പിന്നെ നമ്മുടെ അടൂർ പ്രകാശ്, പിന്നെ നമ്മുടെ ഷാഫി പറമ്പിൽ, പിന്നെ നമ്മുടെ MK രാഘവൻ, സുധാകരൻ, 5 പേരാണ് മത്സരിക്കാൻ നിൽക്കുന്നത്. MP മാരായിട്ട് നിൽക്കുന്നവർ. കണ്ണൂരിലെ സുധാകരൻ, കോഴിക്കോട് MK രാഘവൻ, പിന്നെ ഇങ്ങ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ പാലക്കാട്, വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ അടൂരിൽ കൊടിക്കുന്നിൽ സുരേഷ്, ഇവിടുത്തെ വാമനപുരത്ത് ആറ്റിങ്ങലിലെ അടൂർ പ്രകാശ്. 5 പേരാണ് മത്സരിക്കാൻ നിൽക്കുന്നത്. ആ 5 പേരിൽ 4 പേരെ ഒഴിവാക്കിയിട്ട് സുധാകരന് മാത്രം കൊടുത്തത് വിചാരിക്കുക. ഒരു സമ്മർദ്ദത്തിന് പുറത്ത് കൊടുത്താൽ, സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിച്ചു വന്നാൽ സ്വാഭാവികമായിട്ട് സുധാകരനായിരിക്കും പറയുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവട്ടെ എന്ന്. ഇവർ തന്നെ ഇപ്പോൾ പറയുന്നത് എന്താണ്? ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല, പിന്നെ തീരുമാനിക്കുമെന്നല്ലേ പറയുന്നത്. VD സതീശനും പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങൾ പാർലമെൻ്ററി പാർട്ടി കൂടിയായിരിക്കും പിന്നെ തീരുമാനിക്കുന്നത് ജയിച്ചാൽ. അപ്പോൾ UDF വന്നാൽ പാർലമെൻ്ററി പാർട്ടി കൂടുമ്പോൾ സുധാകരനെ വിശ്വസിക്കുന്നവരും MLA മാരായി വന്നാൽ രമേശ് ചെന്നിത്തലയ്ക്കൊരു താങ്ങിരിക്കട്ടെ. ഇതാണ് രമേശ് ചെന്നിത്തല. അതാണ് ഞാൻ പണ്ടും പറയാറ്, രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല, ഇമ്മിണി വലിയ ഒന്നുമല്ല. ഒന്ന് തന്നെയാണ്, മറ്റൊന്ന് തന്നെയാണ്. അത് കൂട്ടിച്ചേർന്നാലും വേറൊരു സംവിധാനം ആവുകയുള്ളൂ, അല്ലാതെ രണ്ടാവില്ല. രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് രാഷ്ട്രീയത്തിൻ്റെ നേതാവ്. അപ്പോൾ തീർച്ചയായിട്ടും കെ സുധാകരൻ മത്സരിക്കാൻ അടിയുറച്ച് ഈ 24-ാം മണിക്കൂറിലും ഈ 11th അവറിലും 11-ാം മണിക്കൂറിലും അദ്ദേഹം മത്സരിക്കും, ഞാൻ മത്സരിച്ചിരിക്കും എന്ന് തറപ്പിച്ച് മൂടുറപ്പിച്ച് പറയുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റു ചില രാഷ്ട്രീയം കൂടിയുണ്ട്. നമ്മൾ കാണാത്ത ഒരു രാഷ്ട്രീയം സംസ്ഥാനത്ത് റെഡിയായി വരികയാണ്. ഇതിൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എല്ലാ കാലവും കോൺഗ്രസ് ഇങ്ങനെയാണ്. അതൊരു ജന്മദോഷം പോലെ കിടപ്പുണ്ട്. ഒന്നിനെ പിടിക്കുമ്പോൾ അച്ഛനെ പിടിക്കുമ്പോൾ മച്ചമ്പി ചാടും, മച്ചമ്പെ പിടിക്കുമ്പോൾ ചിറ്റപ്പൻ ചാടും, ചിറ്റപ്പനെ പിടിക്കുമ്പോൾ മാമി കരയും. ഇതാണ് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത. ഒന്നുകിൽ നാത്തൂൻ കരയും, അല്ലെങ്കിൽ അമ്മായിയമ്മ കരയും. ഒരു കരച്ചിൽ ഉറപ്പാണ് പാല് കാച്ചിന് മുമ്പ്. അപ്പോൾ ഇപ്പോൾ സുധാകരൻ്റെ നേതൃത്വത്തിലാണ് കരച്ചിൽ തുടങ്ങിയിരിക്കുന്നത്. അത് വേറെ 4-5 പേരെ ഉണ്ട് കരയാൻ, പക്ഷേ എങ്കിലും അവരാരും ഇപ്പോൾ കരച്ചിൽ എല്ലാവരും നിർത്തി വച്ചിരിക്കുകയാണ്. സുധാകരന് കൊടുക്കുകയാണെങ്കിൽ അടുത്ത അടൂർ പ്രകാശും കരയും. അടൂർ പ്രകാശ് കരഞ്ഞാൽ ഷാഫി പറമ്പിലും കരയും, പിന്നെ രാഘവൻ കരയും, പിന്നെ കൊടുക്കുന്ന എല്ലാവർക്കും മന്ത്രിയാവണം. അവിടെയാണ് വിഷയം. ഇതൊന്നും MLA ആയി നിൽക്കാനല്ല, കാര്യം MP കൂടിയതല്ലല്ലോ MLA. ഇവരുടെ ലക്ഷ്യം മന്ത്രിസ്ഥാനമാണ്. കീ പോസ്റ്റുകളിൽ ഇപ്പോൾ കൊടുക്കുന്ന സുരേഷ് ജയിച്ചു കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പോ വർഗവകുപ്പോ അതുപോലത്തെ കുറേ വകുപ്പുകൾ. ഷാഫി പറമ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓരോരുത്തർക്കും അതാണ് ലക്ഷ്യം. അപ്പോൾ കേരളത്തിൽ മന്ത്രിയാവുക എന്നുള്ള വളരെ ഇത് തമാശ എന്ന് വെച്ചാൽ അവർ ജയിക്കണമെന്നൊന്ന് UDF വരണം, പിന്നെ മന്ത്രിമാരാക്കുന്നതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. NSS ഇത്ര, SNDP ഇത്ര, അതായത് ഈഴവരിത്ര, നായരിത്ര, അതുപോലെ ഓരോ സമുദായ, ക്രിസ്ത്യൻ ഇത്ര, മുസ്ലിം ഇത്ര, വനിത, ഇങ്ങനെ പിന്നെ സീനിയർ ജൂനിയർ, വലിയൊരു ഇക്വേഷനാണ് മന്ത്രിമാരുടെ സ്ഥാനത്തേക്ക്. അതെല്ലാം ഒത്തിച്ച് വന്നാലേ വരാൻ പറ്റുള്ളൂ. പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ പാലോട് രവി മത്സരിക്കുന്നു. പാലോട് രവിയുടെ ഉള്ളിൽ കിടക്കുന്ന എന്താണ്? ജയിച്ചാൽ മന്ത്രിസ്ഥാനം. ശക്തൻ്റെ ഉള്ളിൽ കിടക്കുന്ന എന്താണ്? ജയിച്ചാൽ മന്ത്രിസ്ഥാനം. ഇങ്ങനെ ഓരോരുത്തരും BS ശിവകുമാർ ജയിച്ചാൽ മന്ത്രി, അങ്ങനെ ഓരോരുത്തരും ജയിക്കാനും ജയിച്ചാൽ മന്ത്രിയാകുന്നത് എങ്ങനെ എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അതിൻ്റെ ദോഷം എന്തായാലും പാർട്ടിക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് രമേശ് ചെന്നിത്തല ഒരു തള്ളിനോടൊപ്പം ഒരു ഉന്ത് കൂടി കൊടുക്കുകയാണ്. ഒരു ബലം
കെ സുധാകരന് കൊടുത്തിരിക്കുകയാണ്. ആ ബലത്തിൽ കെ സുധാകരൻ കയറി ഒന്നുകൂടി ഉറച്ചാൽ കോൺഗ്രസ് പ്രതിസന്ധിയിലേക്ക് പോകും. രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിൽക്കത്തില്ല. രാഹുൽ ഗാന്ധിയുടെ പരിമിതി, അദ്ദേഹം വളരെ ജൂനിയറാണ്, പ്രായം കൊണ്ട് ഇവരെല്ലാം വളരെ സീനിയറാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയിലും സീനിയറാണ്, പ്രായം കൊണ്ട് സീനിയറാണ്. അപ്പോൾ അത്രയും സീനിയറായിട്ടുള്ളവരെ മുഖത്ത് നോക്കി എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലാതെ ഒരു ഓർഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിൽ കണ്ടതാണ്. ഇപ്പോൾ കരുണാകരനോ ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ഈവൻ സോണിയാഗാന്ധി ആണെങ്കിൽ പോലും കുറച്ചൊരു കർക്കശമായിട്ട് പറഞ്ഞേനെ. ഇത് രാഹുൽ ഗാന്ധിക്ക് അത് കഴിയില്ല. കാരണം അദ്ദേഹം വളരെ ജൂനിയറാണ്, പ്രായം കൊണ്ടും ജൂനിയറാണ്, അനുഭവ സമ്പത്ത് കൊണ്ടും ജൂനിയറാണ്. അത് നീ പോടാ ചെറുക്കാ എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞാൽ പിന്നെ രാജീവ് ഗാന്ധിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല കൃത്യമായി പറഞ്ഞു, സുധാകരൻ, ഹേ സുധാകരൻ, താങ്കൾ മത്സരിച്ചോളൂ, ഞാൻ കൂടെയുണ്ട്, ഒപ്പമുണ്ട്, ഒപ്പത്തിനൊപ്പമുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പക്ഷേ അത് കോൺഗ്രസിനെ കൂടുതൽ കുരുക്കിലേക്ക് കൊണ്ടുപോകാനാണ് എല്ലാ സാധ്യതയും കാണുന്നത്.